ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. ഒരു ചായക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് നമ്മൾ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്വാദാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. റോബസ്റ്റ പഴത്തിനേക്കാളും രുചി സത്യത്തിൽ ഈ ഒരു നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഇല്ലാത്തത് കൊണ്ടാണ് റോബസ്റ്റ പഴം എടുത്തത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യ് കൂടുതലായി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കാര്യമുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊരു നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ നിറം കിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. അതുമാത്രമല്ല ഈ നെയ്യിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 കശുവണ്ടി എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിനി ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഉണക്കമുന്തിരിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ആ നെയ്യ് ഒഴിച്ച സമയത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചേർക്കണമായിരുന്നു. ഞാൻ ഉണക്കമുന്തിരി ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ കശുവണ്ടി ഇതിനകത്ത് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഉടച്ചുടച്ച് കൊടുക്കണം. നമുക്കൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും. നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം അത്യാവശ്യം മധുരമുള്ളൊരു പഴമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പഴം ഈ പാത്രത്തിൽ നിന്ന് കണ്ടോ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നന്നായി ഉടഞ്ഞ് എല്ലാം മിക്സായി വന്നിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പോളമുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, രുചിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഒത്തിരി നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയുടെ നിറമൊക്കെ പതുക്കെ അങ്ങ് മാറാൻ തുടങ്ങും. അപ്പോൾ ഞാനതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു മാവ് കണക്കിന് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറെന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് ചൂടാറണ്ട. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടിനകത്ത് നമുക്കിതൊന്ന് ബോൾസുകളാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചേർക്കുക. ഞാനിന്നിവിടെ ബോൾ പോലെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും എല്ലായിടത്തും ഒരുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ബോൾസൊക്കെ റെഡിയാണ്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിക്കകത്തോട്ട് ആ ഒരു ഗോതമ്പ് പൊടി മിക്സ് ആകുന്ന തരത്തിലുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ഒത്തിരി വാട്ടറി അല്ല, അത്യാവശ്യം ഒരു നമ്മൾ പഴംപൊരിക്കൊക്കെ നമ്മൾ കലക്കി വെക്കത്തില്ല ഒരു മാവ്, ആ ഒരു കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഈ ഒരു പൊടിക്കൊപ്പം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ഒരു മഞ്ഞ കളർ കിട്ടും. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഞാൻ അല്പം തേങ്ങ ഒന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ റെഡിയാണ്, ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒത്തിരി ഒന്നും നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കുന്നത് പോലെ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും കോരി ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് വളരെ പതുക്കെ വളരെ കുറച്ചൊന്ന് ഞാനൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ ബോള് നമ്മൾ ആദ്യം ഈ ഒരു ഈ ഒരു ഗോതമ്പ് പൊടിയുടെ മിക്സിനകത്ത് നമ്മളൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ തേങ്ങയിൽ അതൊന്ന് ചുമ്മാ ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് വെച്ചെടുത്തിട്ട് വരാം.
ഞാനിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരുന്നു ഞാനിതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സമയമൊന്നുമില്ല, നമുക്കിതിങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ആകത്തക്ക രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ബോൾ റോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒരു കളറ് നിങ്ങൾക്ക് ഒത്തിരി മുരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം, അതല്ല ഒരു മീഡിയം രീതിയിലാണ് മുരിഞ്ഞ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ അത്യാവശ്യം നിറമൊക്കെ മാറി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടത്തോടു കൂടെ കഴിക്കുന്ന ഒരു സ്നാക്കാണ് ഇത്. ഉണ്ണിയപ്പം പോലെ തന്നെയാണ്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറമേ ഇച്ചിരി ക്രിസ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ട് വരാം. പിന്നെ നമുക്കൊരു കൊച്ചു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ തൂവാനായിട്ട്, അത് വളരെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇതൊന്നും കൂടി ടേസ്റ്റ് കൂട്ടാനോ ഒരു സംഭവമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട പൊടിച്ചിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ട ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ പട്ടയും ഈ പഞ്ചസാരയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോളിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ബൈറ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു പട്ടയുടെ ചെറിയൊരു സ്വാദും അതുപോലെ പഞ്ചസാരയുടെ തരിതരികളൊക്കെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.